നമസ്കാരം, ദ ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. ഏതാനും ദിവസങ്ങളായി അപ്രഖ്യാപിത പവർ കട്ട് ഏർപ്പെടുത്തി വരികയായിരുന്നു. KEB ബോർഡ് യോഗം ഔദ്യോഗികമായി തന്നെ പവർ കട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിൽ നടപ്പാക്കുന്ന പവർ കട്ട് 15 മുതൽ 30 മിനിറ്റ് വരെയായിരിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. വേനൽ ചൂട് ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ റെക്കോർഡ് വർധനവാണ് സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിൽ അനുഭവപ്പെടുന്നത്. വൈകുന്നേരം 6 മുതൽ 10 വരെയുള്ള പീക്ക് സമയ ഉപയോഗം 117 ദശലക്ഷം യൂണിറ്റിന് മുകളിലെത്തിയിരിക്കുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പവർ ബാങ്കിംഗ് വഴി വാങ്ങിയിരുന്ന വൈദ്യുതിയിൽ 400 മെഗാവാട്ടിന്റെ കുറവ് വരികയും ചെയ്തു. ഈയൊരു സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്നാണ് KEBയുടെ വിശദീകരണം. പവർ കട്ട് SMS വഴി ഉപഭോക്താക്കളെ മുൻകൂട്ടി അറിയിക്കുമെന്നും ബോർഡ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഡാമുകളിൽ ജലനിരപ്പ് അനുദിനം കുറഞ്ഞു വരികയാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയായ ഇടുക്കി ഡാമിൽ 2 ദിവസം മുമ്പത്തെ കണക്കനുസരിച്ച് 2335 അടി ജലമാണുള്ളത്. സംഭരണ ശേഷിയുടെ 35% മാത്രമാണിത്. മറ്റ് അണക്കെട്ടുകളിലും ജലനിരപ്പ് റെക്കോർഡ് താഴ്ചയിലാണ്. ഡാമുകളിലേക്ക് ഒഴുകിയെത്തുന്ന ജലത്തിന്റെ അളവ് കുറഞ്ഞതും ജലം ബാഷ്പീകരിച്ചു പോകുന്നതുമാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. വേനൽ മഴയും ഇത്തവണ കുറവാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് 42% കുറവാണ് ഈ വർഷം ഇടമഴ. സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതിയുടെ 1/4 മാത്രമാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത്. ഏപ്രിൽ 24 കണക്കനുസരിച്ച് 116.48 ദശലക്ഷം യൂണിറ്റ് ഉപയോഗിച്ചപ്പോൾ അന്നത്തെ ആഭ്യന്തര ഉത്പാദനം 29.03 ദശലക്ഷം മാത്രമാണ്. ബാക്കി 87.45 ദശലക്ഷവും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുകയായിരുന്നു. വൈദ്യുതി ഉപയോഗം എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച് കുതിച്ചുയർന്നതോടെ പ്രസരണ വിതരണ ശൃംഖലയും കടുത്ത സമ്മർദ്ദത്തിലാണ്. അതിനിടെ പുറത്തുനിന്ന് 250 മെഗാവാട്ട് വൈദ്യുതി അധികമായി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയത് ആശ്വാസകരമാണ്. മെയ് 15 മുതൽ 10 രൂപയിൽ കവിയാത്ത വിലയിൽ വൈദ്യുതി വാങ്ങാനാണ് കമ്മീഷന്റെ അനുമതി. മെയ് 15 മുമ്പ് സാഹചര്യം മെച്ചപ്പെട്ടാൽ വൈദ്യുതി വാങ്ങരുതെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. അതേസമയം സംസ്ഥാനത്തെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയിലെത്തിച്ചത് KEBയുടെ പിടിപ്പുകേട് കൊണ്ടുകൂടിയാണെന്ന് കമ്മീഷൻ കുറ്റപ്പെടുത്തുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് സംസ്ഥാനം അനുഭവിക്കുന്ന ഊർജ പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് പ്രശ്നപരിഹാരത്തിന് നടപടികൾ എടുക്കാൻ KEBക്കായില്ല. സാഹചര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് രാത്രികാല ഉപയോഗം കുറയ്ക്കുന്നതിൽ ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുന്നതിലും കൂടുതൽ വൈദ്യുതി വാങ്ങുന്നതിന് ഇതര സംസ്ഥാനങ്ങളുമായി നേരത്തെ കരാർ രൂപപ്പെടുത്തുന്നതിലും ബോർഡ് പരാജയപ്പെട്ടതായി കമ്മീഷൻ കുറ്റപ്പെടുത്തി. കടുത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ പുറത്തുനിന്ന് കൂടുതൽ വില നൽകി വൈദ്യുതി വാങ്ങുന്നത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമല്ല. കാലാവസ്ഥാ വ്യതിയാനം താത്കാലിക പ്രതിഭാസമല്ല, തുടർ പ്രതിഭാസമാണെന്ന് ബോധം ഉൾക്കൊണ്ട് ശാശ്വത പരിഹാരത്തിന് ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. നിലവിൽ പ്രധാനമായും ജലവൈദ്യുത പദ്ധതികളെയാണ് സംസ്ഥാനം ആശ്രയിക്കുന്നത്. മഴയുടെ അളവ് കുറയുകയും കാലവർഷത്തിന്റെ രീതിയിൽ സമൂല മാറ്റം വരികയും ഡാമുകളിലെ ജലനിരപ്പ് ഭീഷണമായ തോതിൽ താഴുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഊർജ ഉത്പാദനത്തിന് മറ്റു മാർഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ കേരളത്തിന് ഏറ്റവും അനുയോജ്യമാണ് സൗരോർജ പദ്ധതികൾ. വീടുകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും സൗര പോലെയുള്ള പദ്ധതികൾ വ്യാപകമാക്കാൻ നടപടികൾ സ്വീകരിക്കണം. വലിയ അണക്കെട്ടുകൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളാൽ മുടങ്ങുകയും നിലവിലുള്ളവയുടെ ശേഷി ചുരുങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പരിസ്ഥിതി ആഘാതം കുറഞ്ഞ ചെറിയ ജലപദ്ധതികൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. പ്രാദേശിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇത് സഹായകമാകും. പകൽ സമയത്തെ അധിക സൗരോർജം ഉപയോഗിച്ച് വെള്ളം ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പമ്പ് ചെയ്യുകയും രാത്രിയിൽ പ്രസ്തുത വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്ന പമ്പ്ഡ് സ്റ്റോറേജ് രീതിയും പരീക്ഷിക്കാവുന്നതാണ്. കാറ്റുപയോഗിച്ചുള്ള വൈദ്യുതി പദ്ധതിയും പ്രായോഗികമാണ്. കാർബൺ
ബഹിർഗമനം ഇല്ലാത്തതിനാൽ പരിസ്ഥിതി സൗഹൃദവും ഇന്ധനം ആവശ്യമില്ലാത്തതിനാൽ പ്രവർത്തന ചെലവ് കുറവുമാണ് കാറ്റാടി പദ്ധതികൾ. ഇടുക്കിയിലെ രാമക്കൽമേടിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ നിരവധി കാറ്റാടികൾ പ്രവർത്തിക്കുന്നുണ്ട്. അട്ടപ്പാടി മലനിരകളിലും പാലക്കാട് കാഞ്ഞിരക്കോടും വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. കടലിലെ കാറ്റിന്റെ വേഗത കരയേക്കാൾ ശക്തമായതിനാൽ കടലിലും കടൽ തീരങ്ങളിലും സ്ഥാപിക്കാവുന്നതാണ് കാറ്റാടി യന്ത്രങ്ങൾ. കേരളത്തിന്റെ നീണ്ട കടൽ തീരം ഇതിന് സഹായകവുമാണ്. സംസ്ഥാനം അനുഭവിക്കുന്ന രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യാൻ ഉപഭോക്താക്കളുടെ സഹകരണവും ആവശ്യമാണ്. പീക്ക് സമയങ്ങളിൽ പമ്പ് സെറ്റ്, ഇൻഡക്ഷൻ സ്റ്റൗ, ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, വാഷിംഗ് മെഷീൻ, AC തുടങ്ങിയവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും വൈദ്യുതി വാഹന ചാർജിംഗ് ഒഴിവാക്കുകയും ചെയ്താൽ വലിയൊരളവോളം വൈദ്യുതി ലാഭിക്കാനാകും. ഇക്കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ശക്തമായ ബോധവൽക്കരണം ആവശ്യമാണ്.